കൊല്ലം കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി. വെള്ളിമൺ കുളമട സ്വദേശി സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടി 75 വയസ്സുകാരി സുകേഷിനി അമ്മ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ഇതിനുള്ള മരുന്നിനു പകരം മാനസിക രോഗത്തിന് നൽകുന്ന മരുന്ന് മാറി നൽകിയെന്നാണ് പരാതി. ഈ സമയം ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരു ജീവനക്കാരനാണ് മരുന്ന് നൽകിയതെന്നും ഇവർ പറയുന്നു. മാറി നൽകിയ മരുന്ന് കഴിച്ച് ഇവർ ബോധരഹിതയായി. തുടർന്നുള്ള പരിശോധനയിലാണ് മരുന്ന് മാറി നൽകിയതായി തിരിച്ചറിയുന്നത്. തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാളിൽ ലൈൻ വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇടക്കേടുണ്ടായിരുന്നു. ഇതിനടുത്ത് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നത്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണം കൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു മറ്റവരിയ്ക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു. അന്ന് എടുത്ത് ചോദിച്ചു കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ, അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല, ഈ കാണുന്ന ഇത്രയും വേറെ മേടിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇതിന് മുമ്പ് പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതി തന്നതിൻ്റെ ഒക്കെയാണ്. അതെനിക്കറിയാമല്ലോ, എഴുതി തന്നെ അന്നത്തെ അത് നോക്കി അവരടിച്ചത്. അതിൽ ഇതൊന്നുമില്ല, ഇത് മാറിയത് എടുത്ത് തന്നു. സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത്. അങ്ങനെ ഇത് കഴിച്ചൊരു ദിവസം കൊണ്ട് തുടങ്ങി. ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥയുണ്ടായി. അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു. ഈ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രോഗിയുടെ അമ്മ, ഈ രോഗിയുടെ മകള് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ശരീരത്തിന് നല്ല അസ്വസ്ഥയുണ്ടെന്ന് പറയുകയും ആ ഫോൺ ഇടയ്ക്കും കട്ടാവുകയും ചെയ്തു. അമ്മ ബോധം കെട്ട് മറിഞ്ഞ് വീട്ടിൽ വീഴുകയാണ്. സംഭവത്തിലെ വീഴ്ച അന്വേഷിക്കുമെന്ന് മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 കൊല്ലം.